ഞാൻ കോയമ്പത്തൂർ ആരോഗ്യ ഫാർമസിയുടെ പാലക്കാട് ബ്രാഞ്ചിലിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇതിനെ പരിചയപ്പെട്ടത്. പിന്നെ ഒരിക്കലും പല മുഖങ്ങളെയും അറിയാം, പക്ഷേ പലരുടെയും പേര് ഓർമ്മയുണ്ടാവില്ല. പറഞ്ഞാലുകളാണ്. താമസം പാലക്കാടാണ്. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ വിഷയം 15 മിനിറ്റിനുള്ളിൽ തീർക്കണം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം മുഴുവൻ ഒരു ബക്കറ്റിൽ പോയി കൊണ്ടുവരണം എന്ന് പറയുമ്പോഴും, കാരണം അതിൻ്റെ ഒരു ശതമാനം പോലും നമുക്ക് സംസാരിക്കണം. ഞാനൊരു 60-65 വർഷമായിട്ട് ഔഷധ സസ്യങ്ങളുടെ ക്ലാരിഫിക്കേഷനും അത് പിന്നെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ പ്രൊട്ടക്ഷനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജനിച്ചതേ ഒരു വൈദ്യ കുടുംബത്തിലാണ്. മുത്തശ്ശൻ വൈദ്യനായിരുന്നു, കൊട്ടാരം വൈദ്യം. അന്ന് കാലത്ത് രാജാക്കന്മാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ മഹാരാജാവിൻ്റെ കൊട്ടാരം വൈദ്യന്മാർ ഒരുപാട് പേരുണ്ട്. അതിലൊരാളായിരുന്നു. അങ്ങനെ ജനിച്ചപ്പോഴേ ഈ കഷായം പിന്നെ കുറുന്തോട്ടിയെ അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. പിന്നെ അതുകൊണ്ട് തന്നെ വൈദ്യം പഠിക്കാൻ പോയത് അലഹബാദ് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്ലോമ കോഴ്സാണ് ഞാൻ പാസ്സായിരിക്കുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ BAMS DAM ഒന്നും ഇല്ല, അതൊക്കെ പിന്നീട് വന്നതാണ്. അപ്പോൾ അതാണ് എൻ്റെ ചരിത്രം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് അത്യന്താപേക്ഷിതമായ ഒരാഗ്രഹമുള്ളൂ. സാർവത്രികമായിട്ട് എല്ലാ മനുഷ്യർക്കും, ലോകത്തുള്ള സകല മനുഷ്യർക്കും ഒറ്റ ആഗ്രഹമുള്ളൂ. പണക്കാരനായാലും തെരുവിൽ നടക്കുന്ന പിച്ചക്കാരനായാലും ഒരാഗ്രഹമുള്ളൂ. എന്താണെന്നറിയുമോ? ജീവിതകാലം, എത്ര കാലം നമുക്ക് ജീവിതമുണ്ടോ അത്രയും കാലം ആരോഗ്യത്തോടുകൂടി. എൻ്റെയും നിങ്ങളുടെയൊക്കെ ആഗ്രഹം അത് തന്നെ. പക്ഷേ അങ്ങനെ ഈ ആഗ്രഹം പൂർത്തീകരിച്ച ഒരാൾ പോലും നമ്മുടെ ലോകത്തില്ല. എപ്പോൾ നാം ജനിക്കുന്നുവോ അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ രോഗങ്ങളും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് ശാസ്ത്രം. അപ്പോൾ ഈ രോഗങ്ങൾക്ക് പ്രതിവിധിയുണ്ടല്ലോ, ഏത് കാര്യത്തിനൊരു പ്രതിവിധിയുണ്ട്. രോഗങ്ങൾക്കൊരു കാരണവുമുണ്ട്. ആ കാരണം കണ്ടെത്തുന്നതാണ് വൈദ്യൻ്റെ ജോലി. പിന്നീട് ആ കാരണത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഔഷധങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. പിന്നെ രോഗിയെ വിടുത് കഴിപ്പിക്കുക. അങ്ങനെ നമുക്ക് രോഗം മാറും. എൻ്റെ അനുഭവത്തിൽ നാട്ടുവൈദ്യം കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ കൊണ്ട് ഭേദമാകാത്ത ഒരു രോഗവും ലോകത്തില്ല. ഞാൻ എയ്ഡ്സിന് ചികിത്സിച്ചിട്ടുണ്ട്, അയാളുടെ രക്ഷപ്പെട്ടിട്ടുണ്ട്, എപ്പോഴും അങ്ങനെ വർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ കോവിഡ് വന്ന സമയത്ത് കോവിഡിന് ഞങ്ങൾ മരുന്നുണ്ടാക്കി. ഇടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. വൈദ്യമഹാസഭ നാട്ടുവൈദ്യന്മാരുടെ ഒരു സംഘടനയുണ്ടായി. ഞാൻ അതിൻ്റെ ചെയർമാനാണ്. അതിൻ്റെ പ്രവർത്തനമൊക്കെ കുറച്ച് താഴോട്ട് നിൽക്കുക. കോവിഡിൻ്റെ ആ കാലഘട്ടത്തിലെ വസതി കോവിഡ് എന്ന് പറയുന്ന ഒരു രോഗം ഇല്ല. അത് ഇൻ്റർനാഷണൽ മെഡിക്കൽ മാഫിയ ഉണ്ടാക്കിയ ഒരു രോഗമാണ്. ഇവിടെ മാനുഫാക്ചറേഴ്സ് ആരും വരുന്നുണ്ട്, അത് മാത്രമല്ലേ ഉള്ളൂ. കുഴപ്പമില്ല. അത് ഒരിടത്ത് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ IMAയുടെ ഒരാളിനകത്തുണ്ടായിരുന്നു. അദ്ദേഹത്തെ എതിർത്തു. അതെന്ന് പറയുന്നത് കോവിഡ് എന്ന് പറയുന്ന രോഗം നമ്മുടെ ഈ 7000 വർഷം മുമ്പ് ചക്രദത്തൻ എന്ന് പറഞ്ഞൊരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചക്രദത്തൻ എന്നൊരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിനകത്ത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിഷമജ്വരം എന്നാണ് ജ്വരത്തിൻ്റെ കൂട്ടത്തിലാണ്. അതിന് ചികിത്സിക്കേണ്ട മാർഗങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ രോഗത്തിൻ്റെ പല അവസ്ഥകളും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനെ ചികിത്സിക്കേണ്ട മരുന്നുകളും പറഞ്ഞു. അത് വെച്ച് നമ്മൾ ചികിത്സിച്ചാൽ അത് മാറും. വലിയ അനുഭവമാണ്. ഞാൻ ആ മരുന്നുകളെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് കുത്തി ഉണക്കി പൊടിച്ചിട്ട് ഈ ഇംഗ്ലീഷ് മരുന്നിൻ്റെ ക്യാപ്സ്യൂൾ കവർ വാങ്ങിച്ച് ആ കവറിനകത്തിട്ട് കഴിച്ചവരുടെ എല്ലാ അസുഖം മാറിയിട്ടുണ്ട്. ആ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇയാൾക്കത് പകർന്നിട്ടില്ല. കഴിക്കാതിരുന്നവർക്ക് വരികയും ചെയ്യും. എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് വന്നിരുന്നു. അതിൽ കഴിക്കാത്തവർ, വിശ്വാസമില്ലാത്തവരുണ്ട്. നമ്മുടെ ഈ വൈദ്യശാസ്ത്രത്തിൽ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിൽ വിശ്വാസമില്ലാത്ത ആളുകളുണ്ട്. അവരെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. അവർ കഴിച്ചില്ല, വാങ്ങിക്കൊണ്ട് വരും. അപ്പോൾ അവർക്കൊക്കെ വന്നു, കഴിച്ചവർക്ക് വന്നില്ല. അപ്പോൾ നമ്മുടെ സിസ്റ്റം, രാജ്യത്തെ ഭാരതത്തിൻ്റെ പൗരാണികമായൊരു സിസ്റ്റം ഏകദേശം ഒരു 10000 വർഷമെങ്കിലും പഴക്കം കാണുന്നു. മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളെ ഒരിക്കലും നമ്മൾ കുറ്റം പറയാൻ പാടില്ല. പക്ഷേ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളെല്ലാം തന്നെ പരിമിതമാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കുറ്റിയെ കെട്ടിയിട്ട ഒരു പശുവിനെ, അതിൻ്റെ ആ കുറ്റിയും അതിൻ്റെ കയറും നീളം എത്തുന്നത് മാത്രമേ അതിന് മേയാൻ സാധിക്കൂ. ആ
ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് കുട്ടിയെ കെട്ടിയിരിക്കാൻ പറ്റുമോ? 5 വർഷത്തെ സിലബസിനുള്ളിൽ വൈദ്യശാസ്ത്രം ലോകത്തുള്ള സകല രോഗങ്ങൾക്ക് ചികിത്സ എന്ന് കണ്ടുപിടിക്കാൻ നോക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആ ഒരു ശാസ്ത്രം പരിമിതമായി വരുന്നത് തന്നെ. അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കുറേ ഉണ്ട്. ഒരു ആക്സിഡൻറ്റ് വന്നു, കയ്യോ കാലോ പൊട്ടി, അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ്. സ്ഥായിയായ രോഗങ്ങളെ ചികിത്സിച്ച് ഭേദപ്പെടുത്തണമെങ്കിൽ അത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനാണ് ഏറ്റവും ബെസ്റ്റ്. പാർശ്വഫലങ്ങളില്ലാത്തതാണ്, അതാണ് ഏറ്റവും വലിയ. മൂലികകൾ എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മുടെ ഈ രാജ്യത്ത് ലോകത്ത് കാണുന്നതെല്ലാം ഔഷധമാണ്. ജഗത്തിയേവ സർവം ഓഷധി എന്നാണ് പതഞ്ജലി മഹർഷി പറഞ്ഞത്. ഓഷധിയും കാനനെ ശ്രേഷ്ഠ ഇതും പറഞ്ഞു. അപ്പോൾ ഈ രണ്ടിൻ്റെ അർത്ഥം നിങ്ങൾക്കൊക്കെ മനസ്സിലാവില്ല. ഏറ്റവും ശ്രേഷ്ഠമായ കാട്ടിൽ ഉണ്ടാകുന്ന മരുന്നുകളില്ല, അതിനാരും വളം ചെയ്യാറില്ല, അതിനെ ആരും വെള്ളം ഒഴിക്കാറില്ല. അപ്പോൾ അതിന് യോജിച്ച സ്ഥലത്ത് അതിൻ്റെ വിത്ത് വീണിട്ട് അല്ലെങ്കിൽ കപ്പ് വെച്ച് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ പരിസരത്ത് നമ്മൾ കാണുന്ന മുമ്പേ നമ്മുടെ രാഘവപ്രാസംഗം പറഞ്ഞത് പഞ്ചഭൂതങ്ങളെ യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതാണ് ആരോഗ്യ അവസ്ഥ. പഞ്ചഭൂതങ്ങൾ തെന്നി മാറുന്നതാണ് പലവിധ കാരണങ്ങളാൽ അതിൻ്റെ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകുന്നതാണ് രോഗം. ഒറ്റവാദം ഉദാഹരണം ഞങ്ങളുടെ ശാസ്ത്രപ്രകാരം വാദവിത്ത കഫങ്ങൾ നല്ല നേരെ അതാതിൻ്റെ സ്ഥാനങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ രോഗമില്ലാത്ത അവസ്ഥ. ഇതിന് ഏതെങ്കിലും ഒന്നിൽ കൂടുതലുള്ളതിനോ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഡീകമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നിർമ്മാർജ്ജനം ചെയ്യണം. വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആ സ്ഥാനത്ത് കൊണ്ടുവരണം. ഇതിനൊക്കെ നമ്മുടെ ഈ ചെടികളൊക്കെ ഉപയോഗിക്കണം. വേറെ ഒന്നുമില്ല. ആകാശത്തും ചന്ദ്രനിൽ നിന്നോ ചൊവ്വയിൽ നിന്നോ ഒന്നും കൊണ്ടുവരുന്ന നമ്മുടെ പരിസരത്തൊക്കെ കാണുന്ന എല്ലാ ചെടികളും, നമ്മൾ പുല്ലെന്ന് പറയുന്ന സാധനമുണ്ട്, കറുക പുല്ലായിട്ടുണ്ടോ, പുല്ലിൻ്റെ വർഗത്തിലാണ് കൊണ്ടിരിക്കുന്നത്. ഈ കറുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. കാരണം എവിടെയെങ്കിലും മുറിവുണ്ടായാൽ ഇത് വളരെ കുറച്ചൊന്ന് ശേഖരിച്ചിട്ട് അഴുക്കൊക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് ഒരു കല്ല് വെച്ചിടിച്ച് നീരെടുക്കുക, അതരിക്കുക, ഈ മുറിവിലോട്ട് ഒഴിച്ചാൽ രക്തവാർച്ച അപ്പം കിട്ടും. ഒന്നും വേണം, വിവരം 2-3 തവണ തുടർച്ചയായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ആ മുറിവ് തനിയെ കൂടി. എത്ര വലിയ മുറിവാണ് നിസ്സാരമാണ് കറുകയുടെ ഗുണം. പല കുറുന്തോട്ടി നിങ്ങൾക്കെല്ലാം അറിയാവുന്നതായിരിക്കും. സകലവിധ വാദങ്ങളും, വാദം 80 വിധ ഗുണമെന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. ഈ 80 വിധ വാദങ്ങളും ഒരുപോലെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റിയത് ഒരേ ഒരു ഔഷധം കൊണ്ട് ചെയ്യാം. പക്ഷേ അറിയാവുന്ന വൈദ്യനായിരിക്കണം ചെയ്യുന്നത്. രോഗത്തിൻ്റെ അവസ്ഥ, രോഗിയുടെ അവസ്ഥ, രോഗിയുടെ ശാരീരിക പ്രകൃതി, അതുപോലെ തന്നെ ഔഷധത്തിൻ്റെ ഗുണം. ചില ഔഷധങ്ങൾ വെളുത്തവാവും പിന്നെ വെള്ളിയാഴ്ചയും വരുന്ന ദിവസം രാത്രിയിൽ 3-ാം യാമത്തിൽ 2-ാം യാമത്തിൽ പറിച്ചെടുത്ത് വേണം ഔഷധം ഉണ്ടാക്കാൻ. അങ്ങനെ ചെയ്താൽ അതിന് ഗുണമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ചാണപ്രാശം എന്ന് പറയുന്ന ഔഷധം. ആ ഔഷധം കാട്ടിൽ നിന്ന് ലഭിക്കുന്ന നെല്ലിക്ക കൊണ്ട് മാത്രമേ അതുണ്ടാക്കാവുന്ന ശാസ്ത്രം. നമ്മുടെ കാടുകളിൽ, ഇന്ത്യയിലെ മുഴുവൻ കാടുകളിൽ നോക്കിയാൽ അവിടെ നിന്ന് കിട്ടാവുന്ന നെല്ലിക്ക മുഴുവൻ കളക്ട് ചെയ്താലും അതിൻ്റെ തൂക്കത്തിൻ്റെ ഒരു 1000 ഇരട്ടി ചവനപ്രാശം നമ്മുടെ ലോകത്തുള്ള കടകളിലൊക്കെ ലഭിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ മതി. ഔഷധത്തിൻ്റെ ഗുണം മോശമാണെന്ന് മനസ്സിലാക്കാൻ, എളുപ്പം മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു. എല്ലാവർക്കും അറിയാവുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഔഷധിയും കാനനെയും ശ്രേഷ്ഠമെന്ന് ഞാൻ പറഞ്ഞു. ഔഷധികൾ നമ്മൾ കൃഷി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ വൈദ്യശാസ്ത്രം. വൈദ്യൻ നേരിട്ട് പണ്ട് കാലത്ത് പോയിക്കൊണ്ടിരുന്ന, ഞാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു മുത്തശ്ശൻ്റെ കൂടെ കാട്ടിൽ മരുന്ന് പറിക്കാൻ. കുറേ ആൾക്കാർ കൂടെ ഉണ്ടാവും, ജോലിക്കാർ. അത് പറിക്കാൻ പറയും, അത് വെട്ടി വെച്ച് കൊടുക്കും. അത് വീട്ടിൽ കൊണ്ടുപോയി ഇട്ടും ഉണക്കും. അതിൻ്റെ മണ്ണും കഴുകി ഉണക്കി വൃത്തിയാക്കി കൊത്തി പൊടിച്ച് വയ്ക്കും. അന്ന് ഈ മോട്ടറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരയിലിട്ട് സ്റ്റേവ് ഇടിക്കുക ചെയ്യും. അങ്ങനെയാണ് ഔഷധം ഉണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഔഷധങ്ങൾക്ക് നല്ല ഗുണമായിരിക്കും. എനിക്ക് ഈ ഇൻഫെർട്ടിലിറ്റി, അതായത് കുട്ടികളുണ്ടാകാത്ത ദമ്പതികൾക്ക് ചികിത്സ എടുക്കുന്ന മാർഗമുണ്ട്. ഞങ്ങളുടെ തറവാട്ട് പോയാണ് അതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ഇപ്പോഴും ഞാൻ മലമ്പുഴ കാട്ടിനകത്ത് പോയി എടുത്തുകൊണ്ട് വരിക ചെയ്യുന്നു. പിന്നെ ആ ഔഷധം എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ആരോടും സംസാരിക്കാൻ പാടില്ല. നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് വേണം പോകാൻ. സന്ധ്യ കഴിഞ്ഞേ പോകാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ തന്നെ പോയി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഫലവും കിട്ടും. അപ്പോൾ അങ്ങനെ ഈ കാണുന്നതെല്ലാം നമുക്ക് ഔഷധം. പരിസ്ഥിതിയിലേക്ക് വരിക. ഞാൻ ഈ ഇത്രയും നേരം ആരോഗ്യ വിഷയത്തെ പറ്റിയാണ് പറഞ്ഞത്. നമ്മൾ ഏറ്റവും ആരോഗ്യവാനായിട്ടിരിക്കണമെങ്കിൽ നിസ്സാരമായിട്ടൊരു കാര്യമുണ്ട്. വേണ്ടാത്തതെല്ലാം വേണ്ടാന്ന് വയ്ക്കുക, വേണ്ടുന്നത് മാത്രം നമ്മൾ. നമ്മുടെ അഷ്ടാംഗത്തിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നിത്യം മിതാഹാര വിഹാരസേവി സമീക്ഷകാരി രസനേന തത്വം യാതോ പരം തത്വപരം ഇവാവ മഗ്നോദ ദേവീ ഭവത് അരോഗ.
ഈ പറഞ്ഞ പോലെ ചെയ്യാൻ രോഗിയില്ലാത്തവർ ആഹാരം കഴിക്കേണ്ട സമയത്ത് ആവശ്യത്തിന് കഴിക്കുക, എല്ലാ കാര്യങ്ങളും മിതമാക്കുക. മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നോക്കുമ്പോൾ അതെല്ലാം മിതമായിട്ട് ചെയ്യുക. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് രോഗങ്ങൾ. ഈ രോഗങ്ങൾക്കുള്ള മരുന്നുകളൊക്കെ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനെ സംരക്ഷിക്കുക എന്നുള്ള പ്രവൃത്തിയാണ് പരിസ്ഥിതി സംരക്ഷണം. എല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് നമ്മുടെ ലോകത്തിരിക്കുന്നത്. മൃഗങ്ങളായാലും പക്ഷികളായാലും മനുഷ്യരായാലും സസ്യലതാദികളായാലും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് തന്നെയാണ് ലോകം. ഒന്നിൻ്റെ അഭാവം മറ്റൊന്നിന് ദോഷം ചെയ്യും. നമ്മുടെ മൃഗങ്ങളുടെ കാര്യത്തിൽ എളുപ്പം മനസ്സിലാക്കാൻ ഞാനത് പറയും. മാനുകൾ കൂട്ടത്തോടെ ഒരുപാട് വളർന്ന് കാട്ടിലുണ്ടായി കഴിഞ്ഞാൽ എവിടെ നിന്നെന്നറിയില്ല കടുവ, സിംഹം, അതുപോലെ ഇതിനെ പിടിച്ച് തിന്നുന്ന ജന്തുക്കൾ അവിടെ വരും. അത് കുറേ എണ്ണത്തിനെ പിടിച്ച് നിന്ന് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ആ ലെവല് കറക്റ്റായി വരും. അങ്ങനെ എല്ലാം ലെവലായിട്ട് നിന്നാൽ നമുക്ക് ലോകത്തൊന്നും ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തൊന്നും ലെവലായിട്ട് നിൽക്കുന്നില്ല. നമ്മുടെ ഭരണാധികാരികൾ ഇതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒന്നും വേണ്ട, കാട് നശിപ്പിക്കാതിരുന്നാൽ മതി, മരം വെട്ടിക്കളയാതിരുന്നാൽ മതി. ഞാൻ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ കൺവീനറാണ്. ഞങ്ങൾ തടഞ്ഞിട്ട് പോലും അവർ പിന്നെ മരം വെട്ടി. എന്തിനാണെന്നറിയോ? ഹൈവേക്ക് വീതി കൂട്ടികളുടെ കൂടെ വലിയൊരു മരം. അതൊക്കെ ഞങ്ങളെക്കൂടെ വെച്ചതാണ്. മെഡിക്കൽ സാറ് ഞങ്ങളെക്കൂടെ വെച്ചതാണ് പണ്ട് ബാലനോക്കൂടെ. അതവർ വെട്ടി. യുവജവും പറഞ്ഞ് ഞങ്ങളുടെ കടയ്ക്ക് മറവ് 10,000 രൂപ കോമ്പൻസേഷൻ മേടിച്ചു. പിന്നെ താഴോട്ടുള്ളത് വെട്ടണമെന്ന് പറഞ്ഞു. ഇവിടെ അയാൾക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു നിയമമുണ്ട് ലോകത്ത്. നമ്മുടെ രാജ്യത്ത് ഇത് 2005 വന്നതാണ്. ഒരു പുല്ലും ഒരു ചെടിയും പറഞ്ഞാൽ നമ്മുടെ പറമ്പിലൊരു ഔഷധവൃക്ഷം നിൽപ്പുണ്ടെങ്കിൽ 50 വർഷത്തിൽ കൂടുതൽ പ്രായമായിട്ടുണ്ടെങ്കിൽ അതിനെ വെട്ടിയെടുക്കാൻ പാടില്ല. ലോക്കൽ ബോഡിയുടെ അനുവാദം വേണം. പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, അതാണ് നിയമം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലൊന്ന് അറിഞ്ഞു വയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് നമ്മൾ പരിസ്ഥിതി അതിൻ്റെ പാട്ടിന് വിട്ടേച്ചാൽ ഒന്നും സംരക്ഷിക്കാൻ വേണ്ടത് ശരിയായിരിക്കും. പിന്നെ അതിന് ഈ വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്തേക്ക് നമ്മൾ വഴി തുറന്നു വിട്ടു കൊടുത്താൽ അവരുടെ എല്ലാ ഭാഗത്തേക്കും കിട്ടും. അവിടെ ഒരു തടസ്സം ഉണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് വെള്ളം പോകില്ല, അവിടെ വരണ്ടു പോകും. ഇപ്പുറത്ത് വെള്ളം കിട്ടി നിൽക്കും, അടിഞ്ഞു. രണ്ട് സംഭവിക്കും. അപ്പം ഇങ്ങനെ സംഭവിക്കാതെ നമ്മൾ നോക്കിയാൽ അതിന് വേണ്ടത് ഇതാണ്, ഒന്നിനും നശിപ്പിക്കാതിരിക്കുക. മഹാത്മാഗാന്ധിയുടെ പോളിസി അത് തന്നെയാണ്. ഞാൻ എനിക്ക് മാത്രം വേണ്ടതിനെ ഉപയോഗിക്കുക, എനിക്ക് അധികമുള്ളത് കൂടുതൽ കിട്ടുക, ഞാനത് അയൽപ്പക്കാരനോട് കൊടുക്കുക. എന്നല്ലേ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. മുഹമ്മദ് നബി അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെല്ലാം പറഞ്ഞ ഒന്ന് തന്നെയാണെങ്കിലും ഇവരുടെയൊക്കെ അനുയായികൾ ആരും തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അക്സെപ്റ്റ് ചെയ്യും, പ്രാവർത്തികമാണ്. ഇതാണ് ഞാൻ സംഭവിച്ചത്. അപ്പോൾ പരിസ്ഥിതി സംഗമം എന്ന് പറയുമ്പോൾ പരിസ്ഥിതി പ്രവർത്തകരുടെ സംഗമം വളരെ നല്ലതാണ്. അത് ഇങ്ങനെയൊരു രീതിയിൽ കൂടെ നമ്മൾ മുൻപോട്ട് പോയാൽ പോരാ, കുറച്ചുകൂടി ഗൗരവമായിട്ട് എടുക്കണം എന്നെനിക്ക് സംഘാടകരോട് അപേക്ഷിക്കുന്നു. നമ്മൾ പ്രവർത്തിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറയണേ, ആ പ്രവർത്തനത്തിന് കുറച്ച് പാളിച്ചകളൊക്കെ വന്നിട്ടുണ്ട്. ആദ്യത്തെ സംരംഭമാകുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കഴിയുന്നത്ര ആളുകളെ നമ്മൾ ഒന്നിച്ച് കൂട്ടിയെടുത്തതിന് ശേഷം അവരിലേക്ക് സന്ദേശം ഇട്ടു. ഒന്നിനും നമ്മൾ നശിപ്പിക്കാതിരിക്കുക. ആ ഒരു സന്ദേശമാണ് ആരെയും ഉപദ്രവിക്കാതിരിക്കുക, ആരോടും വ്യക്തിപരമായ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ ശങ്കരാചാര്യരുടെ പ്രശസ്തമായ ഒരു ശ്ലോകമുണ്ട്, ഭജഗോവിന്ദൻ. അതിനകത്തൊരു ശ്ലോകം ഇങ്ങനെയാണ് വരുന്നത്: ബാലസ്ഥാവൽ ക്രീഡാസക്ത, തരുണസ്ഥാവൽ തരുണീസക്ത, വൃദ്ധസ്ഥാവൽ ചിന്താസക്ത, പരമേ ബ്രഹ്മണി ഭൂമിതസക്ത. ചെറുപ്പത്തിൽ കളിച്ച് നടക്കാനായിരിക്കും എല്ലാവരും ആഗ്രഹം. പിന്നെ പ്രായമായി യുവത്വം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീ പുരുഷ ബന്ധത്തിനായിരിക്കും ആഗ്രഹം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൃഹസ്ഥനായിട്ടിരിക്കും, ഗൃഹസ്ഥ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനായിരിക്കും. പിന്നെ വയസ്സായി കഴിയുമ്പോൾ ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളുക. അപ്പോൾ എന്ത് വെറുതെ കഴിഞ്ഞൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഒന്നും അവനെ കൊണ്ട് ഈ ലോകത്തിന് ഗുണകരമായി ഒന്നും നടത്താൻ പറ്റില്ല സാരം. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനൊരു ചെറിയ ടാർഗറ്റ്. ഹാർമോനൊക്കെ ആ കാര്യങ്ങളിലൊക്കെ നല്ല വിദഗ്ധനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ സഹായത്തോടു കൂടി ഒരു ടാർഗറ്റ് നമ്മൾ വയ്ക്കുക. ആ ടാർഗറ്റ് ഇത്ര നാളിനുള്ളിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കണം എന്നുള്ള ഒരു ഇത് വയ്ക്കുക. എൻ്റെ അഭിപ്രായത്തിൽ സ്കൂളുകളിൽ കുട്ടികൾക്ക് അവയർനെസ് ക്ലാസ് കൊടുക്കുന്നതായിരിക്കും. ഞാനങ്ങനെ പാലക്കാട് ചെയ്യുന്നു. ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് 11 12 4 സ്കൂളിലെ കുട്ടികൾക്ക് നിങ്ങളുടെ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും അവർക്ക് ഇതിന് ഫണ്ടുണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അവർ തന്നെ. പക്ഷെ ആദ്യം പറയുകയൊന്നുമില്ല, അതൊന്നുമില്ല. പിന്നെ അതൊന്നും കടലാസിൽ എഴുതി ഒപ്പിട്ട് തരാൻ പറയും. അപ്പം അവർ
നമ്മുടെ പട്ടാഞ്ചേരി പഞ്ചായത്തിൽ അവർ നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കണ്ടിട്ടുണ്ടോ? അത് മുഴുവൻ പഞ്ചായത്ത് കൊണ്ടാണ്. സൗത്ത് ഇന്ത്യൻ ട്രീ പ്ലാന്റേഴ്സ് അസോസിയേഷന്റെ യോഗം കഴിഞ്ഞ വർഷം അവിടെ നടത്തിയത്. ഞാൻ ഉണ്ടായിരുന്നല്ലോ വരും. അപ്പോൾ പിന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കഴിയുന്നില്ല. അതിപ്പോൾ പെട്ടെന്ന് അതുപോലെ അവരെ പോലെ അവർക്ക് കുറേ ആൾക്കാർ ഒരുപാട് സഹായത്തിനുണ്ട്. ഫിസിക്കലായിട്ടുള്ള സർവീസിനും എക്കണോമിക്കായിട്ടുള്ള സർവീസിനും ഒക്കെ ആൾക്കാർ. ഈ സാമൂഹ്യ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവനില്ലാത്ത ഇതിലുണ്ട്. ശാരീരികമായിട്ടുള്ള പ്രവർത്തനം ബുദ്ധിമുട്ടായിരിക്കും പലർക്കും. എന്ന് വെച്ചാൽ കുറേ പ്രായമായി കഴിയുമ്പോഴേ ഇതിലേക്കൊക്കെ വരിക. ചെറുപ്പക്കാരും ഇല്ല. ഇവിടെ തന്നെ അറിയാം, ഏതാണ്ട് 40 വയസ്സ് 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ അവിടെ ഇരിക്കുന്നു. ഇവിടെ താഴെയുള്ളവരുണ്ടോ? അവിടെ ഒരാളുണ്ടല്ലോ. നിങ്ങൾ എത്ര പേര്? അത്ഭുതമായി. ഒരാൾ മാത്രമാണ്. അപ്പോൾ ഇത്ര കാലം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ഒരു 40 വർഷം കൂടെ നമുക്ക് ഇതുപോലെ സർവീസ് ചെയ്യാൻ പറ്റില്ല. സർവീസ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ കുടുംബം എങ്ങനെ പോകും? അത് നോക്കണ്ടേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഉള്ള സമയം നമ്മൾ സർവീസിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് ഉദ്ദേശിക്കണം. എനിക്ക് മുമ്പോട്ട് വയ്ക്കാനുണ്ട്. കഴിയുന്നത്ര എല്ലാ ഔഷധസസ്യങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്ന മുഴുവൻ ഔഷധം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജഗത്തിയാവ് സർവ്വം ഔഷധി, എല്ലാം ഔഷധം തന്നെയാണ്. ഔഷധ ഗുണമില്ലാതെ കാറ്റിന് ഔഷധ ഗുണമുണ്ട്, സൂര്യപ്രകാശത്തിന് ഔഷധ ഗുണമുണ്ട്, സൂര്യസ്നാനം 2, 3 വെള്ളത്തിന് ഔഷധമുണ്ട്, ജലധാര. ഇതൊക്കെ ചികിത്സയുടെ ഭാഗങ്ങളാണ്. എല്ലാത്തിനും ഉണ്ട്. പിന്നെ ധ്യാനം, അതാണ് നമ്മുടെ പഞ്ചഭൂതത്തിലെ അവസാനത്തെ വരുന്ന ആകാശം അല്ലെങ്കിൽ തേജസ് എന്ന് പറയുന്ന ആകാശം തേജസ് എന്ന് പറയുന്ന ആ ഭൂതത്തിനെ കാണാൻ പറ്റുക. അതുകൊണ്ടാണ് അതുപോലെ വാതപിത്ത കഫങ്ങൾ നമ്മുടെ ശരീരത്തിൽ എവിടെയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അത് എക്സ്റേയിലോ അല്ലെങ്കിൽ സ്കാൻ ചെയ്തൊക്കെ കാണാൻ പറ്റുന്ന സാധനങ്ങളല്ല. പക്ഷേ അതിൻ്റെ തടസ്സങ്ങൾ മാറാനുള്ള ഔഷധം കൊടുത്തു കഴിഞ്ഞാൽ അസുഖം മാറും. ഇത് നമുക്കൊരു ചെറിയ വലി വന്നു കഴിഞ്ഞാൽ ഉടനെ പാരസെറ്റമോൾ വാങ്ങിക്കഴിക്കും. പാരസെറ്റമോൾ എന്താണ് എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിലൊന്ന് പോകുക, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഇതിൽ വരിക. വന്നതിന് ശേഷം പാരസെറ്റമോൾ സൈഡ് എഫക്റ്റ് പാരസെറ്റമോൾ ഒന്ന് കാണിക്കുക, കാണാം. ഏതാണ്ട് പിന്നെ 2 A4 സൈസ് പേപ്പറിൽ മുഴുവനാകുന്നതാണ്. 9 തലമുറ വരെ ഈ പാരസെറ്റമോളിൻ്റെ വിഷാംശം ബാധിക്കും. നമ്മളതാ കഴിക്കും. നമ്മുടെ ഡോക്ടർമാരതാ എഴുതി. നോവാൽജിൻ, തലവേദനയ്ക്കുള്ള നോവാൽജിൻ, ഇംഗ്ലീഷ് മരുന്ന്. അതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ട്യൂമർ വരും, ഉറപ്പാണ്. അത് അവരേ പറയുന്നു, നമ്മളാരും പറയുന്നൊന്നുമില്ല. പക്ഷേ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ ഒരു രാജ്യത്തും അമേരിക്കയിലോ USA എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാരസെറ്റമോൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അവിടെ ഉണ്ടാവില്ല. അത് ബാങ്കിൽ ഒരു രാജ്യത്തും ഇല്ല, നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ. ഇതാണ് നമ്മുടെ ചികിത്സാ സമ്പ്രദായത്തിൽ പറ്റിയിരിക്കുന്ന തകരാറ്. പിന്നെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഏഴാം കിട കൂലിയായിട്ടാണ് ഭരണകൂടങ്ങൾ കാണുന്നത്. എല്ലാവർക്കും കൂടുതൽ വാക്കുകളുണ്ട്, അവർക്ക് കൊടുക്കാം. സദ്യക്കൊക്കെ വരുന്ന സമയത്ത് സർവാണി സദ്യ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, കൂട്ടാനൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ കുറേ വെള്ളം കോരി വെച്ചിട്ട് അതെല്ലാം ഇവിടെ ആക്കിയിട്ട് പെരുന്നാൾ കൊടുക്കുന്ന പോലെ ISM നീക്കി വെച്ചിരിക്കുന്നതാണ്. ഫസ്റ്റ് പ്രിഫറൻസ് അലോപ്പതി ശാസ്ത്രം നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉപയോഗിക്കുന്ന മെഡിസിൻസ് എല്ലാം ടോക്സിക്കേഷൻ ഉള്ളതാണ്. അലോപ്പതി ഡോക്ടർമാർ തന്നെയാണ് എന്നോട് പറഞ്ഞത്. പ്രശസ്തരായ പല അലോപ്പതി ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ അവർ അവസാനം വന്ന് നിൽക്കുന്നതിനാണ് ഞങ്ങൾ പഠിച്ചത് ഇതാണ്, ഞങ്ങൾക്ക് ജീവിക്കണം, അല്ലാതെ ചെയ്യാൻ പറ്റുമോ? പക്ഷേ ഇത് ദോഷകരമാണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. ഞങ്ങളാരും ഉപയോഗിക്കില്ല. പാലക്കാട് പ്രശസ്തനായ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാലിന് മുട്ടിന് താഴോട്ട് കംപ്ലീറ്റ് ചൊറിയുണ്ട്. അദ്ദേഹം പഠിച്ചവണേ നോക്കിയിട്ടും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ AVP വർക്ക് ചെയ്യുന്ന കാലത്താണ്. അപ്പോൾ ഞങ്ങളുടെ MD വിളിച്ച് പറഞ്ഞു, ഇന്നോലെ പ്രശസ്തനാണ് അദ്ദേഹം, വളരെ സ്കിൻ സ്പെഷ്യലിസ്റ്റ്. ഇന്നോലെ ഇങ്ങനൊരു സംഭവം ഉണ്ട്, നിങ്ങളുടെ വൈദ്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം. MD എന്നെ വിളിച്ചു, നിങ്ങളുടെ അടുത്ത് പോയി ഒന്ന് കാണുന്നത്. ഞാൻ അടുത്ത് നമ്പർ തന്നു. ഞാൻ അദ്ദേഹത്തിന് വിളിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ എപ്പോഴാണ് വരേണ്ടത്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ടൊന്നും സാധനം കണ്ടു. അത് ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ കാര്യങ്ങളൊന്നുമില്ല, നിസ്സാരമായിട്ട് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. എക്സീമ എന്ന് പറഞ്ഞ രോഗമാണത്. പക്ഷേ അവർ ചെയ്യുന്നതില്ല ആൻറ്റിബയോട്ടിക്കാണ്. അപ്പോൾ അത് വരുന്ന സമയത്ത് മാറും, പിന്നെയും മാറും, പിന്നെയും. 40 തൊലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുർവേദത്തിൻ്റെ ഔഷധം. അത്തി, പിത്തി, അരയാൽ, പേരാൽ, ഈ 4 ആലിൻ്റെ തൊലി അത് ഫ്രഷായിട്ട് എടുക്കുക, ചെറുതായിട്ട് കുത്തി കഴിയുക, കഴുകരുത്, തട്ടിക്കുറഞ്ഞ് മണ്ണും പുളിയൊക്കെ കളയുക, ഒരു പാത്രത്തിലിടുക, വെള്ളം ഒഴിക്കുക, തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല സുന്ദരമായ രക്തം പോലെ ചെറിയ ചൂടോടെ ധാരയില്ല. ഇതേ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞുള്ളൂ. കാലൊരു വലിയ പരന്ന പാത്രത്തിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതങ്ങനെ ധാര ചെയ്തു. 4ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ചൊറിച്ചിലും വേദന മാറി. 4ാമത്തെ ദിവസം അതേ വെള്ളം ഇങ്ങനെ ഒലിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിലൊക്കെ തുണിയൊക്കെ കിട്ടിയിരിക്കുകയാണ്. അപ്പോഴും ചികിത്സിക്കുന്നുണ്ട്. ഉമ്മർത്ത് കസേര വന്നിരുന്ന് ആൾക്കാർ വരുന്നവർ ചികിത്സിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പേരുടെ കഥകൾ പറയാനുണ്ട്. സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഈ ഒരൊറ്റ കാര്യം
പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം തന്നെ നമ്മുടെ വൈദ്യശാസ്ത്രത്തെ സംരക്ഷിക്കുക. തലവേദനയും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി ആ മരുന്ന് കഴിക്കാതിരിക്കുക. ഞാനിപ്പോൾ മരുന്നുകളൊന്നും കഴിക്കാത്ത ആളും തലവേദന വരികയാണെങ്കിൽ അല്ലെങ്കിൽ പനി വരികയാണെങ്കിൽ ആദ്യം വേണ്ടത് നമ്മൾ പട്ടിണി കിടക്കുക, ഖരാഹാരങ്ങളൊന്നും കഴിക്കാതിരിക്കുക. ചുക്ക്, കുരുമുളക്, തീപ്പല്ലി, കൃഷ്ണതുളസിയില, ആടലോടത്തിനില, ഈ 6 സാധനങ്ങളും ഒരേപോലെ എടുത്ത് വൃത്തിയാക്കി അത് വെള്ളത്തിലിട്ട് കഷായം വെച്ച്, അലുമിനിയം പാത്രം ചെയ്യരുത് കേട്ടോ, അത് ദോഷമാണ്. കഷായം വെച്ചിട്ട് അത് അരിച്ചെടുത്ത് അതിനകത്തൊരല്പം കൽക്കണ്ടോ അല്ലെങ്കിൽ വെല്ലമോ ചേർത്ത് 4 നേരം കഴിക്കാമെങ്കിൽ ആദ്യത്തെ ദിവസം മാത്രം തലവേദനയും ശരീര കടച്ചിലോ നിസ്സാരമാണ്. നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റ് ഇല്ല. നമുക്ക് ഇതിനൊന്നും എവിടെയും പോവുകയും വേണ്ട. നല്ല പച്ച ഇഞ്ചി ഒരു കഷ്ണം എടുക്കുക, അതിൻ്റെ തൊഴിലൊക്കെ കളഞ്ഞ് കഴിക്കുന്നതിന് ശേഷം അത് നല്ലെണ്ണ, ഈ ഇഞ്ചി എന്ന് പറഞ്ഞാൽ ജൈവ കൃഷി ചെയ്തായിരിക്കണം. നല്ലെണ്ണ അതുപോലെ നല്ല എണ്ണയായിരിക്കണം, എള്ളെണ്ണ മാർക്കറ്റിൽ കിട്ടുന്നത് പറ്റും. അതിനകത്തൊന്ന് മുക്കുക, ലേശം കല്ലുപ്പിൻ്റെ നീരും കൂടി ഇതാക്കുക. അതിരാവിലെ വെറും വയറ്റിൽ വായിലിട്ട് ചവച്ചരിച്ച് അതിൻ്റെ നീര് കഴിക്കുക, ചണ്ടി തുപ്പിക്കുക. ഇത് ആഴ്ചയിൽ 2 തവണ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആയുസ്സുള്ള കാലം വരെ ഹൃദ്രോഗം എന്നൊരു സംഭവമേ ഉണ്ടാവില്ല. അതിന് ഞാൻ ഗ്യാരണ്ടി. വല്ല സൈഡ് എഫക്റ്റും ഉണ്ടോ? നമുക്ക് 10 പൈസ പോലും ചിലവില്ല. ഇഞ്ചി വീട്ടിൽ കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അതിലാണ്. പക്ഷേ അത് ആദ്യം തിന്നുന്ന സമയത്ത് കുറച്ച് വിഷമങ്ങളൊക്കെ വരും, എരിവൊക്കെ വരും, ശ്രദ്ധിക്കാൻ തോന്നും. പക്ഷെ തുടർച്ചയായിട്ട് അത് കഴിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ പറയാം. ഇപ്പോൾ തൽക്കാലം അതുകൊണ്ട് അല്ലേ ഞാൻ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കഷൻ, അഭിപ്രായങ്ങൾ പറയാനുള്ളതോ? തീർച്ചയായിട്ടും പറയാനുള്ളതിൽ പറയൂ. ഇൻട്രാക്ഷൻ അപ്പോൾ അത് ചോദിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വൈദ്യശാസ്ത്ര സംബന്ധമായിട്ടുള്ള ചികിത്സ പറയരുത്. ചികിത്സ ഇപ്പോൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിവിടെ നേരിട്ട് പോകാൻ പറ്റില്ല, മറ്റൊന്നും. അപ്പോൾ ചികിത്സയുടെ കാര്യം വ്യക്തിപരമായിട്ടൊന്ന് മാറിയിരുന്നു ഇവിടെ സംസാരിക്കാം. മറ്റ് ജനറലായിട്ട് ഈ പരിസ്ഥിതിയും ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയങ്ങൾ ചോദിക്കുകയാകാം, നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളോ ഈ വിഷയം എന്താ എല്ലാം ചോദിക്കാനുണ്ടോ? കാരണം എല്ലാം ചോദിക്കാനുണ്ടോ? ആലപ്പുഴ ഞങ്ങളുടെ വൈദ്യമാസഭയ്ക്ക് സ്വീകരണം വന്ന ആളാണ്. പക്ഷെ ഇവിടെ വന്നത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ഇപ്പോഴും ഒരസുഖമില്ല, യാതൊരു അസുഖമില്ല. ഷുഗറില്ല, ബി.പി, മറ്റേ ക്യാൻസറൊന്നുമില്ല. ക്യാൻസറുകളിൽ ഒരുപാട് പേര് ഞാൻ ജീവിച്ചു. എൻ്റെ ചിട്ട ഇതാണ്. ഞാൻ രാവിലെ 3 മണിക്ക് എഴുതുന്നത്. മഴയായാലും വെയിലായാലും മഞ്ഞായാലും ദേഹത്ത് എണ്ണ തേക്ക്, ഞാൻ തന്നെ ഉണ്ടാക്കിയ എണ്ണയുണ്ട്, ദേഹം മുഴുവൻ തേച്ച് ഒരു 3 കിലോമീറ്റർ നടക്കും. ഒരു കോഴ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ താമസിക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിൽ അവിടെ വഴിയുണ്ട്, കൺട്രോളുകളുണ്ട്. അതിലിങ്ങനെ ചുറ്റിച്ചെടുത്ത് ഏകദേശം ഒരു 3 കിലോമീറ്റർ കണക്കാക്കി നടന്ന് തിരിച്ചു വന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് എണ്ണയൊക്കെ തുടച്ച് കഴിക്കും. ഇതാണ് എൻ്റെ ചിട്ട. രാവിലത്തെ ആഹാരം 8 മണിയാകുമ്പോൾ കഴിക്കും, ഉച്ചയ്ക്ക് 12:30 മണിയാകുമ്പോൾ കഴിക്കും. ഇതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ അത് പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സമയം ആകും. വൈകുന്നേരം 7-7:30 ആകുമ്പോൾ കഴിക്കും. 8 മണിക്ക് 9 മണിക്ക് കഴിക്കും. അതിനുശേഷം ആകാശം പിടിഞ്ഞു വീഴാനും ഞാനാരും ഉണ്ടായിരുന്നു, ആരും വിളിച്ചാൽ അപ്പോൾ ഈ അതുപോലെ നിങ്ങൾക്ക് സൗകര്യപ്രദമായൊരു സമയം കണ്ടെത്തുക. അതിൽ ജീവിതത്തിൽ ഒരു ചിട്ട ഉണ്ടാക്കുക. 10 മണിക്ക് ശേഷം ഒരിക്കലും ഉറങ്ങാതിരിക്കരുത്. രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരാഹാരവും കഴിക്കരുത്. ഇതൊക്കെ നമുക്ക് ദോഷമായിട്ടേ വരുള്ളൂ. വിരുദ്ധാഹാരങ്ങൾ, പാലും മീനും വിരുദ്ധമാണ്, കഴിക്കരുത്. ഇറച്ചിയും മുട്ടയും വിരുദ്ധമാണ്. എല്ലാവരും പറയുന്നത് ഒന്നിച്ച് കഴിക്കാം, ഒരിക്കലും കഴിക്കരുത്. അതിൻ്റെയൊക്കെ റിയാക്ഷൻസ് വരുമ്പോൾ നമ്മുടെ പുതിയതായിട്ടുള്ള എൻസൈംസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉണ്ടാവുകയാണ്. അത് നമ്മൾ അറിയില്ല. അത് നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരികാവയവങ്ങളുടെ കലകളെ കുറേശ്ശെ നശിപ്പിക്കുകയാണ്.